വെൽക്കം ടു പിങ്കീസ് കുക്കിംഗ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു കേരള പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല ലെയർ ആയിട്ടുള്ള പൊറോട്ട നിങ്ങൾക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു 2.25 കപ്പ് മൈദയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മൈദ എടുക്കാം. അപ്പം നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഇരട്ടി പൊറോട്ട വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുക്കാം, ഇല്ല കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാഫായിട്ട് എടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് എടുക്കാം. ഞാനൊരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്, നല്ല മയമൊക്കെ ആയിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു മുട്ടയാണ്, കോഴിമുട്ടയും കൂടിയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണേ. അപ്പോൾ ഇത്രയും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തും എല്ലാ ഇൻഗ്രീഡിയൻസും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചപ്പാത്തിക്കും ഒക്കെ പരത്തുന്ന എന്താ കുഴക്കത്തില്ല അതേമാതിരിക്ക് നമ്മുടെ ഡോ ആക്കി എടുക്കുക. പക്ഷെ ഒരുപാട് ലൂസാകാനും പാടില്ല, എന്നാൽ ഒരുപാട് തിക്കാവാനും പാടില്ല. അങ്ങനെ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മളിതിനെ ഒന്ന് ഡോ ആക്കി എടുക്കേണ്ടത്. ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ വേണമെങ്കിലും ഈ പൊറോട്ട ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നല്ലതായിട്ട് ബീറ്റ് ചെയ്യാനുണ്ട്, നമ്മുടെ ഡോ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഞാൻ അവിടെ തന്നെ അങ്ങ് അടച്ച് വെക്കുവാണ് കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഡോ. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി അവിടെ ഇട്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഞാൻ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് എനിക്ക് അത്യാവശ്യം വലിപ്പമുള്ള പൊറോട്ട തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ പൊറോട്ട വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് കട്ട് ചെയ്യാം. എനിക്കിവിടെ ഒരു 11 പീസോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിന് ചെറുതല്ല, അത്യാവശ്യം വലുത് തന്നെയാണ് കേട്ടോ. 11 പൊറോട്ട ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. നിങ്ങൾക്ക് പാം ഓയിലോ അല്ലെങ്കിൽ തവിടെണ്ണയൊക്കെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ ആ മാവിൻ്റെ പുറത്തും പിന്നെ നമ്മുടെ കുഴലിൻ്റെ പുറത്തൊക്കെ എണ്ണ തേച്ചിട്ടാണ് ഇതിനൊന്ന് പരത്തിയെടുക്കുക. നന്നായിട്ട് തിന്നായിട്ട് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇതിന് ശേഷം നമുക്കിതിനെ ഞാനൊരു കത്തി യൂസ് ചെയ്തിട്ടാണ് ഇതിനെ കട്ട് ചെയ്ത് ചെറിയ ലെയേഴ്സ് ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ ഇത് കട്ട് ചെയ്യാനായിട്ട്, ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പിസ്സ കട്ടർ ഇല്ലാത്തവർ ഈ കത്തി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി, അതും നല്ലതായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ചെറിയ ലെയറായിട്ട് ഫുൾ ഇങ്ങനെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി ശേഷം ഞാൻ കുറച്ച് മൈദാപ്പൊടി ഇതിൻ്റെ മീതൊക്കെ ഒന്ന് തൂക്കി കൊടുക്കുകയാണ്. നമ്മുടെ ഈ ലെയേഴ്സ് ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. എന്നിട്ട് ഇങ്ങനെ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ചുരുട്ടി ഇങ്ങനെ അടുപ്പിച്ച് എടുക്കുക. നടുക്കിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അടുത്ത ഭാഗത്തു നിന്നും കൂടെ ഒന്ന് ചുരുട്ടി അകത്തോട്ടാക്കി കൊടുക്കുക. കണ്ടോ, ഞാൻ ഈ അടുത്ത ഭാഗത്തു നിന്നും കൂടെ ഇങ്ങനെ ചുരുട്ടി അകത്തോട്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് പൊറോട്ടയുടെ മെത്തേഡ് ട്രൈ ചെയ്തു, പക്ഷേ എനിക്ക് ഇത്രയും ലെയറായിട്ട് ഒരു റെസിപ്പി ട്രൈ ചെയ്ത് ഒരു മെത്തേഡിലും എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാം ചപ്പാത്തി മാതിരിയായി പോവുകയാണ് പതിവ്. ഞാൻ ഇങ്ങനെ ചെയ്തപ്പം എനിക്ക് നല്ല ലെയറായിട്ടുള്ള പൊറോട്ട തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് ചുരുട്ടി എടുക്കാം. താഴത്തുനിന്ന് ഇങ്ങനെ ചുരുട്ടി അതിനെ മണ്ടയ്ക്കോട്ട് കയറ്റി അങ്ങനെ ചുരുട്ടി എടുക്കുക. ഇച്ചിരി വലിപ്പമുള്ള ഇതാക്കി എടുക്കുക. പൊക്കത്തോട്ട് പോകണം കേട്ടോ. നമ്മൾ താഴത്തുനിന്ന് ചുരുട്ടി പൊക്കത്തോട്ടാക്കി എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് വരുന്നതിന് ഒന്ന് അടിക്കോട്ടാക്കി വെക്കുക. നമ്മുടെ ഫസ്റ്റ് ലെയർ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് പരത്തുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ഡോയുടെ പുറത്ത് കുറച്ച് എണ്ണ തടയി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഉള്ളം കൈ വെച്ചിട്ട് വേണം ഇതിനെ ഒന്ന് പരത്തിയെടുക്കാൻ. ചപ്പാത്തി കുഴലിൽ നിന്നും എടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഇതൊന്ന് ഒട്ടിപ്പോവും നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ലെയറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തവ ചൂടാകുമ്പോഴേക്കും കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൽ യൂസ് ചെയ്യുന്നത് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ.
നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഇല്ലെങ്കിൽ പാം ഓയിൽ മാത്രം ഇട്ടോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മീതയ്ക്കായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു വിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അല്ലാണ്ട് ഒരേ ഭാഗം വേഗം വെച്ചുകൊണ്ടിരുന്നാൽ അവസാനം നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഒരു ഭാഗം 2 സെക്കൻഡ് വീതം ഇങ്ങനെ തിരിച്ചിട്ട് എടുക്കേണ്ടതാണ്. അപ്പം ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ലെയർ ആയിട്ടുള്ള പൊറോട്ട തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടി വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ എൻ്റെ വീഡിയോ കാണുകയും ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോയ്ക്ക് വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.